ഭാഷകൾ. എല്ലാവരുടെ കയ്യിലും രാമായണം ഉണ്ടോ? എല്ലാവരുടെ വീട്ടിലും ഉണ്ടോ? അപ്പം ഇന്നൊരു നല്ലൊരു അവസരമാണ്. നമുക്കിന്ന് ശീല പ്രഭുപാദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള ഈ സ്കോളേഴ്സ് ഭക്തി വിജ്ഞാൻ വിനാശ നരസിംഹ മഹാരാജ് ഉണ്ട്. അപ്പം മഹാരാജന്റെ ക്ലാസ് തന്നെ ഉണ്ടാകും. അതിനുശേഷം വീട്ടില് രാമായണം ഇല്ലാത്തവർക്ക് രാമായണം വായിക്കണം എന്ന് ആഗ്രഹമുള്ളത് വന്ന് മഹാരാജന്റെ ഈ ബുക്സ് വാങ്ങാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഭക്തി വികാസ് മഹാരാജന്റെ ബുക്ക് ഹാർഡ് ബോൺ ബുക്കാണ്. ഇത് 350 ആണ്. ഇവിടെ പൂർണ്ണപ്രജ്ഞ പ്രഭുവിന്റെ ബുക്ക് 250 ആയിട്ടുള്ളത്. ഗദ്യ രൂപത്തിലാണ് രാമായണത്തിൽ ഫുൾ ഗദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭക്തി വികാസ് മഹാരാജ് അതിന്റെ പ്രത്യേക പരിഭാഷയാണ്. വളരെ 2 ബുക്സ് ഞാൻ വായിച്ചിട്ട് വളരെ രാമായണത്തിന്റെ അർത്ഥത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അതിന്റെ തത്വങ്ങളെല്ലാം ഒറ്റയടിക്കൊണ്ട് ഒരു 1-2 ആഴ്ചകളിൽ കൂടി ബുക്സ് വായിച്ചു തീർക്കാനായിട്ട് സാധിക്കും. ആഴത്തിലുള്ള രാമായണത്തെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അപ്പം നമ്മുടെ ഈ പരമ്പരയില് പൂർണ്ണമായിട്ടും ശ്ലോകം എല്ലാം വന്നിട്ടില്ല. കോമ്പൗണ്ട് ബുക്ക് ആയിട്ടുള്ളത് 250 rupees ആണ്. ആയിട്ടുള്ള ഭക്തി വികാസ് മഹാരാജിന്റെ ബുക്ക് 350 ആണ്. ഇപ്പൊ സ്പെഷ്യൽ രാമായണ ലെക്ചർ ഉണ്ടാവും സോളസ് ഭക്തി നാഷണൽ നരസിംഹ മഹാരാജന്റെ. അതിനുശേഷം എല്ലാവരും കയ്യിൽ ബുക്സ് ഇല്ലാത്ത എല്ലാവരും വന്ന് മഹാരാജിന്റെ ബുക്സ് വാങ്ങണമെന്ന് ഏകാദശി മഹത്വം എന്നുള്ള ഒരു ബുക്സും കൂടെ നമ്മുടെ കൗണ്ടറിൽ അവൈലബിൾ ആണ്. നമ്മുടെ KB മീഡിയ റീസെന്റ് അത് പബ്ലിഷ് ചെയ്താണ്. പല പല ഏകാദശിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് പരിപാടി നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം, ഇതിന്റെ മഹത്വങ്ങളെല്ലാം വിവരിക്കുന്ന ബുക്സ് നമ്മുടെ കൗണ്ടറിൽ. ഇത് സ്പെഷ്യലായിട്ട് ഈ രാമായണ ബുക്സ് ആണ്. ഭക്തി വികാസ് മഹാരാജന്റെ ബുക്കും പ്രജ്ഞാപ്രഭുവിന്റെ കഴിഞ്ഞിട്ട് ഇല്ലാത്തവരെല്ലാം വന്ന് മഹാരാജന്റെ കയ്യിൽ ഇത് ശീല പ്രഭുപാദിന്റെ പരിശുദ്ധമായിട്ടുള്ള ശിഷ്യന്റെ കയ്യിൽ നിന്ന് ബുക്സ് വാങ്ങാനായിട്ടുള്ള അവസരം ചെറിയൊരു കാര്യമല്ല. അപ്പൊ എല്ലാവരും ഈ രാമായണത്തെ രാമചന്ദ്രപ്രഭുവിന്റെ അവതാര ദിനത്തില് ഈ കാര്യം കൈകൊണ്ട് വിനീതമായിട്ട് എല്ലാവരോടും പറഞ്ഞു. ഇത് സ്പെഷ്യലായിട്ട് നമുക്ക് ഭക്തി വിഘ്ന വിനാശ നരസിംഹ മഹാരാജ് വന്നിരിക്കുകയാണ്. മഹാരാജ് 1957 ബ്രിട്ടനിൽ ജനിച്ചു. 1971 ശീല പ്രഭുപാദിന്റെ അടുത്തുനിന്ന് ദീക്ഷയെടുത്തു. 1 വർഷത്തിന് ശേഷം അദ്ദേഹം ശീല പ്രഭുപാദിന്റെ അടുത്ത് ബ്രാഹ്മണ ദീക്ഷയും എടുത്തു. അപ്പം ലോകമെമ്പാടും പ്രചരണം ചെയ്യുന്ന ഒരു മഹാത്മാവാണ് ഭക്തി വിഘ്ന വിനാശ നരസിംഹ മഹാരാജ്. എസ്പെഷ്യലി ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ലോകത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രചരണം ചെയ്യാനും ഭക്തിയെ കുറിച്ച് പ്രചരണം ചെയ്യാനും ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രാജ്യമാണ് ചൈന. അപ്പൊ ചൈനയില് റീച്ച് ചെയ്യുന്ന മഹാത്മാവാണ്. ചൈന, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം റീച്ച് ചെയ്യുന്നതാണ്. അവിടുത്തെ ഭക്തന്മാർക്കെല്ലാം കൃഷ്ണഭക്തിയെ ഒരുപാട് വളരെ ആഴത്തില് നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാനും ഒരുപാട് ശിഷ്യന്മാർ ഈ രാജ്യത്ത് എല്ലാവരും ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു മഹാൻ ഇദ്ദേഹത്തിന്റെ ജപത്തെ കുറിച്ചുള്ള ടോക്സ് ഒക്കെ വളരെ ഫേമസ് ആണ്. ഇത്ര ആഴത്തിലാണ് മഹാരാജ് ജപത്തെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് രാമചന്ദ്രമൂർത്തിയുടെ അവസാന ദിനത്തില് കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കി തരാനുള്ള മഹാരാജ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും വളരെ ഭാഗം ഉള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട്
ഈ ഒരു 1 hour എല്ലാവരും ശ്രദ്ധിച്ച് പാരായണം കേൾക്കാനായിട്ട് വിനീതമായിട്ടാണ് നമുക്ക് എല്ലാവരും ചേർന്ന് പാരായണം ഒരു തവണ ഹരി കൃഷ്ണ പറഞ്ഞ് സ്വാഗതം ചെയ്യും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം. ജയ രാം. Janabala so just so
Om Namo Bhagavate Vasudevaya. 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 So today is the auspicious day of Ramnavami, the day in which the Lord Ramachandra appears in this world. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഐശ്വര്യദായകമായ ഒരു ദിവസമാണ്. ഇന്ന് രാമനവമിയാണ്. ഇന്നാണ് ഭഗവാൻ രാമചന്ദ്രമൂർത്തി ഇവിടെ അവതരിച്ചത്. Lord Ramachandra is glorified in the Jayadeva Goswami's Dasavatar Stotra. It's the seventh avatar. രാമചന്ദ്രമൂർത്തി ജയദേവ ഗോസ്വാമിയുടെ ദശാവതാര ശ്ലോകത്തിൽ ഏഴാമത്തെ അവതാരമായി പറയുന്നു. Vitarasi Dikshu Rame Dikpati Kamiliyam Dasamukha Moli Ramin Balaliyam Keshavantrita Ramasharira Jai Jagadish Hare Jai Jagadish Hare Jai Jagadish Hare. Jayadeva Goswami describes the pastimes of Lord Ramachandra, how he appeared to kill the 10-headed demon Ravan. ജയദേവ ഗോസ്വാമി രാമചന്ദ്രമൂർത്തി അവതരിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട്. 10 തലയുള്ള രാവണനെ അദ്ദേഹം വധിച്ചതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. Lord Ramachandra appeared in answer to the appeals from the Devas who were distressed by all the atrocities committed by the demon Ravan. രാവണനാൽ വളരെയധികം വേദന അനുഭവിച്ച ദേവന്മാരുടെ പ്രകാരമാണ് രാമചന്ദ്രമൂർത്തി ഇവിടെ അവതരിച്ചത്. So Lord Ramachandra killed Ravana and offered his 10 heads in the 10 different directions for the pleasure of devas like Indra. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന്റെ സന്തോഷത്തിന് വേണ്ടി രാമചന്ദ്രമൂർത്തി ഇവിടെ അവതരിക്കുകയും രാവണനെ വധിക്കുകയും അദ്ദേഹത്തിന്റെ ശിരസ് 10 ഡയറക്ഷനിലേക്ക് ഇടുകയും ചെയ്തു. So we should understand Lord Ramachandra is one of the avatars of the Supreme Personality of God. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം രാമചന്ദ്രമൂർത്തി എന്ന് പറഞ്ഞാൽ പരമനിപുരുഷനായ ഭഗവാന്റെ ഒരു അവതാരമാണ്. While we were doing Abhishek, some ladies were reciting the Brahma Samhita prayers. നമ്മൾ അഭിഷേകം ചെയ്തപ്പോൾ ചില മാതാജിമാര് ബ്രഹ്മസംഹിത പാടുന്നുണ്ടായിരുന്നു. And in the Brahma Samhita, there's one prayer describing about Lord Ramachandra. ഈ ബ്രഹ്മസംഹിതയില് ഒരു ശ്ലോകത്തിൽ രാമചന്ദ്രമൂർത്തിയെ കുറിച്ച് പറയുന്നു. Ramadi Murtishu Kalali Menatishdam Magarod Upadesh Kintu Krishna Swayam Samamavan Rama Vimanyo Govindo Adipurusa Rama Vajari. Lord Rama is praying that I worship Govinda, the primeval Lord, who has manifested himself as Lord Krishna, the personality of God. ഇവിടെ ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം അവതരിച്ചതിനെ കുറിച്ച് പറയുന്നു. And he appears with his different avatars, like
Lord Rama, Lord Narasimha, Lord Vamana, who are all just different subjective portions. അപ്പം ഭഗവാൻ വ്യത്യസ്ത അവതാരങ്ങളൊക്കെയാണ് ഇവിടെ അവതരിച്ചത്. വാമന, ശ്രീ രാമചന്ദ്രൻ, അങ്ങനെ വ്യത്യസ്ത അവതാരങ്ങളൊക്കെയാണ് ഭഗവാൻ അവതരിച്ചത്. So Srila Bhaktisiddhanta Saraswati describes in his purport to the Brahma Samhita verse, he says that Lord Brahma, Lord Narasimha, Lord Vamana, they're coming from Vaikuntha, but Lord Krishna, he is coming from Goloka. ഭക്തി സിദ്ധാർത്ഥ സരസ്വതി മഹാരാജ് ബ്രഹ്മസംഹിതയുടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, രാമചന്ദ്രമൂർത്തി, നരസിംഹദേവ ഇവരെല്ലാം വൈകുണ്ഠത്തിൽ നിന്നാണ് വരുന്നത്, എന്നാൽ കൃഷ്ണൻ വരുന്നത് ഗോലോകത്തിൽ നിന്നാണ്. So the avatars, they are the subjective portion of Lord Krishna, but it is Lord Krishna who is the source of the avatar. ഓരോ അവതാരങ്ങളും ഭഗവാന്റെ വ്യത്യസ്തമായ അംശങ്ങളാണ്, പക്ഷേ ഭഗവാൻ കൃഷ്ണനാകട്ടെ എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ്. Lord Ramachandra shows us the pastimes of the ideal king. രാമചന്ദ്രമൂർത്തി അദ്ദേഹത്തിന്റെ ലീലകളാൽ എങ്ങനെ ഒരു ഉത്തമ രാജാവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരും. We're always looking for ideal leadership, want to see the perfect example set for society. നമ്മൾ എല്ലാവരും ഒരു ഉന്നതനായ ഒരു നേതാവിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്ക് നമ്മളെ നയിക്കാനായിട്ട് ഉന്നത നേതാവ് വേണം. അതിനെ രാമചന്ദ്രമൂർത്തി നമുക്ക് കാണിച്ചു തന്നു. And even today we remember the government of Lord Ramachandra, and we desire to have Ram Raja, the perfect ruler. ഇപ്പോഴും നമ്മൾ രാമചന്ദ്രമൂർത്തിയുടെ ഭരണത്തെ കുറിച്ച് ഓർക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു രാമരാജ്യം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. So Lord Ramachandra is Maryada avatar. He's the perfect example of behavior and ethics. രാമചന്ദ്രമൂർത്തി ഒരു മര്യാദ അവതാരമാണ്. അദ്ദേഹം എങ്ങനെ പെരുമാറ്റം ചെയ്യണമെന്നും എങ്ങനെ ആൾക്കാരോട് ഇടപെടണമെന്നും കാണിച്ചിരുന്ന വ്യക്തിത്വമാണ്. He is always obedient to his superiors, to his father and mother. He's very obedient to them. രാമചന്ദ്രമൂർത്തി അദ്ദേഹത്തിന്റെ ലീലകളിലൂടെ നമ്മൾ കാണിച്ചു തന്നു. അദ്ദേഹം തന്റെ അച്ഛൻ, അമ്മ, അങ്ങനെയുള്ള മുതിർന്നവരോട് വളരെ അനുസരണ ഉള്ള വ്യക്തിയാണ്. He was always very respectful in dealing with the sages and the brahmanas. അദ്ദേഹം ബ്രാഹ്മണരോടും മുനിമാരോടും വളരെ ബഹുമാനത്തോടു കൂടിയായിരുന്നു പെരുമാറിയിരുന്നത്. And when he was exiled in the forest, he had the opportunity to visit the ashrams of many great sages and saints who were residing in the forest. രാമചന്ദ്രമൂർത്തി വനവാസ കാലത്ത് അദ്ദേഹത്തിന് ഒരുപാട് അവസരം കിട്ടി. മുനിമാരെയും സാധുക്കളെയൊക്കെ കാണാനും അവരുടെ ആശ്രമങ്ങൾ വനത്തിലുണ്ട്, അവരെ ദർശിക്കാനും അവസരം കിട്ടി. So the mission of the Lord is described in Bhagavad Gita, that the Lord comes to give pleasure to his devotees and to annihilate the mischievous. ഭഗവാൻ ഇവിടെ അവതാരം എടുക്കുന്നതിന്റെ ഉദ്ദേശം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവാൻ ഭക്തന്മാരെ സംരക്ഷിക്കാനും ദുഷ്ടജനങ്ങൾക്ക് നിഗ്രഹം കൊടുക്കാനുമാണ് വരുന്നത്. So while Lord Ramachandra was residing in the forest, he had the opportunity to give pleasure to the different sages and saints, and he also annihilated many of the Rakshasas and demons who were there. അപ്പൊ രാമചന്ദ്രമൂർത്തി വനവാസ കാലത്ത് അദ്ദേഹം ഇത് കാണിച്ചു തന്നു. അദ്ദേഹം ഒരുപാട് ഭക്തജനങ്ങളെ, സാധുക്കളെ സംരക്ഷിക്കുകയും അവർക്ക് സന്തോഷം കൊടുക്കുകയും അതേസമയം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അസുരന്മാരെ വധിക്കുകയും ചെയ്തു. And he was particularly put to task that Ravana, the demon Ravana, came and took away Mother Sita. അദ്ദേഹത്തിന് രാവണൻ വന്നു സീതാമാതാവിനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു. ആ ഒരു പ്രവർത്തനവും രാമായണത്തിൽ പറയുന്നു. Lord Ramachandra had to take up the task of recovering Sita from the hands of the demon Ravana. അങ്ങനെ രാമചന്ദ്രമൂർത്തിക്ക് സീതാമാതാവിനെ അപഹരിച്ച രാവണൻ നിന്ന് ആ മാതാവിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. And we know that he was so angry that when he looked over the ocean towards the kingdom of Lanka, the sea began to boil.
രാമചന്ദ്രമൂർത്തി അത്രത്തോളം ദേഷ്യം അവിടെ പ്രകടിപ്പിച്ചു. ലങ്കയിലേക്ക് നോക്കി രാമചന്ദ്രൻ മൂർത്തി നോക്കിയപ്പോൾ തന്നെ ആ ദൃഷ്ടിയുടെ തീക്ഷണത കൊണ്ട് ആ സമുദ്രഭാഗം തിളച്ചു പറയാൻ തുടങ്ങി. And at that time, Varuna, the god of the ocean, came to Lord Ramachandra and requested him that please do not disturb the life in the ocean. Kindly construct a bridge across the sea and go to land. അപ്പം വരുണദേവൻ അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷനായിട്ട് രാമചന്ദ്രമൂർത്തിയോട് അപേക്ഷിച്ചു, അങ്ങ് ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യരുത്, അങ്ങ് ദയവായിട്ടൊരു പാലം കെട്ടി അങ്ങ് ലങ്കയിലേക്ക് പോകുക. And Lord Ramachandra showed his inconceivable potency by constructing the most wonderful bridge across the sea and of making all the stones float on the surface of the ocean. അങ്ങനെ രാമചന്ദ്രമൂർത്തി തന്റെ അചിന്ത്യമായ ശക്തി അവിടെ പ്രകടിപ്പിച്ചു. അദ്ദേഹം ഈ സമുദ്രത്തില് കല്ലുകൾ ഇട്ടു, ആ കല്ലുകൾ സമുദ്രത്തിൽ പൊങ്ങിക്കിടന്നു. അങ്ങനെ അദ്ദേഹം ഒരു പാലം ലങ്കയിലേക്ക് സൃഷ്ടിച്ചു. And he built a bridge right across the sea without any scaffolding, without any structure or supports. He simply made the bridge float on the surface of the sea. ആ പാലത്തിന് ഒരു തൂണുകളോ ഒന്നും ആവശ്യമില്ല, തൂക്കുപാലവും അല്ലായിരുന്നു. അത് ആ കല്ലുകളെല്ലാം വിട്ടു ആ വെള്ളത്തിൽ അത് പൊങ്ങിക്കിടക്കുകയും ചെയ്യും. Of course, materialistic people, they doubt that such a thing is possible, but we have to understand that the Lord possesses inconceivable powers. ഭൗതിക വ്യക്തിത്വങ്ങള് ഇതൊക്കെ ഒരു കെട്ടുകഥയെന്ന് ചിന്തിക്കും. അവര് പറയും ഇങ്ങനെയൊന്നും സാധിക്കില്ല, കല്ലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കില്ല എന്ന്. പക്ഷെ അവർക്കറിയില്ല ഭഗവാന് അചിന്ത്യമായ ശക്തിയുണ്ട്. There are such things as inconceivable potencies, and we see them every day. For example, the light of the sun is an example of inconceivable potency. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ അചിന്ത്യമായ ശക്തിയുണ്ടെന്ന്. കാരണം നമ്മൾ ദിവസവും ഇത്തരം കാര്യങ്ങൾ കാണുന്നതാണ്. നമ്മൾ പുറത്ത് പകലിറങ്ങുമ്പോൾ നമ്മൾ സൂര്യന്റെ വെളിച്ചവും ചൂടും നമ്മൾ ഏൽക്കുന്നുണ്ട്. അതും ഭഗവാന്റെ ഒരു അചിന്ത്യ ശക്തിയാണ്. The amount of energy which is coming from the sun in 1 second provide enough power to supply all the power needed for the whole planet for many years. സൂര്യനിൽ നിന്ന് വരുന്ന ഒരു സെക്കൻഡിൽ വരുന്ന ആ ശക്തി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഭൂമിയിലെ എല്ലാ പവർ പ്ലാന്റുകളിലും ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കാനുള്ള ശക്തി ആ ഒരു സെക്കൻഡിൽ വരുന്ന സൂര്യപ്രകാശത്തിനുണ്ട്. So there are such things as inconceivable powers. These inconceivable potencies are under the control of the Supreme Personality of God. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ് ഭഗവാന്റെ അചിന്ത്യ ശക്തികൾ. ഇത്തരം പല ശക്തികൾ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. As devotees, we also worship Lord Ramachandra. We are also chanting his holy name. നമ്മൾ ഭക്തന്മാര് രാമചന്ദ്രമൂർത്തിയെയും ആരാധിക്കും. നമ്മൾ രാമചന്ദ്രമൂർത്തിയുടെ തിരുനാമങ്ങൾ ജപിക്കാറ്. One time there was a discussion between two devotees. One devotee was saying, when we chant Hare Rama, Rama Rama, Hare Hare, one devotee said, this is Lord Balaram. But another devotee said, no, this is Lord Ramachandra. അപ്പം രണ്ട് ഭക്തന്മാർ ഒരു നാള് ഇങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ടു. അവര് പറയുന്നു, നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ ഹരേ രാമ എന്ന് പറയുന്നത് ഒരു ഭക്തൻ പറഞ്ഞു അത് ബലരാമനെ കുറിച്ചാണ് പറയുന്നത്. മറ്റു ഒരു ഭക്തൻ പറഞ്ഞു അല്ല, ഇത് രാമചന്ദ്രമൂർത്തിയെ കുറിച്ചാണ് പറയുന്നത്. So the two devotees took the problem to Srila Prabhupada and requested Srila Prabhupada to give this verdict. അപ്പൊ ഈ രണ്ട് ഭക്തന്മാര് ഒരു തീരുമാനം എത്താൻ പറ്റാത്തത് കൊണ്ട് ആ ചോദ്യവുമായിട്ട് അവർ ശ്രീല പ്രഭുപാദിന്റെ അടുത്തെത്തി. ശ്രീല പ്രഭുപാദിനോട് പറഞ്ഞു ഇതിനൊരു ഉത്തരം തരണം എന്ന്. And Srila Prabhupada told them both right. ശ്രീല പ്രഭുപാദ് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാണ്. It means both Balarama and it also means Ramachandra. ഇത് രാമ എന്ന് പറയുന്നത് ബലരാമനും പറയാം, രാമചന്ദ്രമൂർത്തിക്കും പറയാം. Jiva Goswami has also explained that Rama can also refer to Lord Krishna. ജീവ ഗോസ്വാമി എന്നാൽ പറയുന്നു രാമ എന്ന വാക്ക് യഥാർത്ഥത്തിൽ കൃഷ്ണനെയാണ് സംബോധന ചെയ്യുന്നത്. Lord Krishna is also the reservoir of all pleasure.
രാമ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാ ആനന്ദത്തിന്റെയും സ്രോതസ് എന്നാണ്. കൃഷ്ണനും എല്ലാ ആനന്ദത്തിന്റെയും സ്രോതസ്സാണ്. So the holy name of Lord Ram is very powerful. Lord Shiva told his wife Parvati that there was no need to chant Vishnu Sahasranam. അപ്പം രാമചന്ദ്രമൂർത്തിയുടെ തിരുനാമം രാമ എന്ന വാക്ക് വളരെ ശക്തമാണ്, ബലവത്താണ് എന്ന് ശിവഭഗവാൻ പാർവതിയോട് പറഞ്ഞു. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമം പറയേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു. If you go to Hathiram Swami's ashram in Tirupati, you hear them chanting Ramen, Ramen, Namo Ramen. Chant Ramen, Sahasran Vishnuya Shri Ramanama Varanini. Lord Shiva was telling his good wife Parvati, he said, you don't have to chant all the names of Lord Vishnu, just simply chant the holy name Lord Ramachandra. അപ്പം ശിവഭഗവാൻ പാർവതി ദേവിയോട് പറയുകയാണ്, വിഷ്ണു സഹസ്രനാമത്തിൽ 1000 പേരുകളൊന്നും പറയേണ്ട ആവശ്യമില്ല, രാമചന്ദ്രമൂർത്തിയുടെ നാമം മാത്രം പറഞ്ഞാൽ മതി. So 1000 names of Vishnu is in one name of Lord Rama. വിഷ്ണുവിന്റെ 1000 നാമങ്ങൾ രാമ എന്നുള്ള വാക്കിന് തുല്യമാണ്. Lord Chaitanya Mahaprabhu was traveling in South India and he met one Ram Bhakta who was always chanting the holy name of Lord Rama. ചൈതന്യ മഹാപ്രഭു ഈ ദക്ഷിണ ഭാരതത്തിൽ പര്യടനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു രാമഭക്തനെ കണ്ടുമുട്ടി. അദ്ദേഹം എപ്പോഴും രാമന്റെ നാമങ്ങളായിരുന്നു ജപിച്ചത്. After Lord Chaitanya came there and associated with him, somehow the man began to chant the holy name of Lord Krishna. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ സംഘം കൊണ്ട് കുറച്ചു നാളിന് ശേഷം അദ്ദേഹം ഭഗവാൻ കൃഷ്ണന്റെ നാമം ജപിക്കാൻ തുടങ്ങി. Lord Chaitanya asked him, what happened to you? Before you were chanting the name of Lord Ram, now you're chanting Krishna's name. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന് ചോദിച്ചു, എന്ത് പറ്റി? ഇത്രയും നാള് രാമനാമമായിരുന്നുവല്ലോ അങ്ങ് ജപിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ എന്താണ് കൃഷ്ണന്റെ നാമം ജപിക്കുന്നത്? And the Brahmana, the Bhakta, said to Lord Chaitanya, even I do not know what happened. It must be due to your influence that I am chanting the name of Krishna. അപ്പം ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പം അങ്ങ് ഇവിടെ വന്നത് കൊണ്ടായിരിക്കും, പക്ഷെ എനിക്കിപ്പം കൃഷ്ണന്റെ നാമമാണ് ജപിക്കാൻ തോന്നുന്നത്. Lord Chaitanya one time had told Maharani Gupta, there's no need to worship Sita and Rama. Radha and Krishna are the form of the Supreme Lord. You should worship Radha and Krishna. Give up the worship of Sita and Rama. ചൈതന്യ മഹാപ്രഭു ഒരു വേളയിൽ മുരാരി ഗുപ്ത എന്നുള്ള ഭക്തനോട് പറഞ്ഞു, ഈ സീതാരാമന്മാരുടെ ആരാധന എന്തിനാണ് നീ തുടരുന്നത്? നീ അത് ഉപേക്ഷിച്ചിട്ട് രാധാകൃഷ്ണ ആരാധന ചെയ്യണം. So then the next morning, Maharani Gupta came back to Chaitanya Mahaprabhu and said, I have to give up my life. You have asked me to give up the worship of Sita and Ram, and I cannot do it. I cannot follow your order. So I have to give up my life. അപ്പൊ മുരാരി ഗുപ്ത അടുത്ത ദിവസം വന്ന് വിഷമത്തോടെ ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, അങ്ങ് എന്നോട് ഈ ഒരു നിർദ്ദേശം നൽകി, പക്ഷെ എനിക്ക് ഒരിക്കലും സീതാരാമന്മാരുടെ ആരാധന ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അങ്ങയുടെ നിർദ്ദേശം പാലിക്കാത്തത് കൊണ്ട് ഞാൻ എന്റെ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ്. But Lord Chaitanya told Murari Gupta, no, Murari, that's not necessary. You are Hanuman. You can continue to worship in Ram. It's all right. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനെ ആശ്വസിപ്പിച്ച് പറഞ്ഞു, സാരമില്ല മുരാരി, നീ യഥാർത്ഥത്തിൽ ഹനുമാന്റെ അവതാരമാണ്, അതുകൊണ്ട് നിനക്ക് ഒരിക്കലും സീതാരാമന്മാരുടെ ആരാധന ഉപേക്ഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നീ അത് തുടരുക. So Lord Ramachandra, he has his own abode in the Vaikuntha, in the spiritual planets. There is a Naihoja. Just as there is a Naihoja on the earthly planet, there is a Naihoja also in the Vaikuntha realm. നമുക്ക് ഈ ഭൂമിയിൽ അയോധ്യ ഉള്ളതുപോലെ ആധ്യാത്മിക ലോകത്തിലും അയോധ്യയുണ്ട്. അവിടെയാണ് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ശാശ്വതമായ ധാമം. Those who are devotees of Lord Ramachandra,
They can go there, they can go to the spiritual world, and they can be in Ayodhya there in the spiritual world and enjoy the presence of Lord Ramachandra. രാമചന്ദ്രമൂർത്തിയുടെ ഭക്തന്മാർക്ക് ആത്മീയമായി പുരോഗമിച്ച് പരിപൂർണതയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആധ്യാത്മിക ലോകത്തുള്ള അയോധ്യയിൽ പോയി രാമചന്ദ്രമൂർത്തിയുമായിട്ട് ശാശ്വതമായ സ്നേഹബന്ധത്തിൽ ഏർപ്പെടും. However, the difference between the worship of Lord Krishna and Lord Rama is that Lord Rama is worshipped in the mode of Aishwarya. The mood of Vaikuntha is predominantly dasara, servant. രാമചന്ദ്രമൂർത്തിയുടെ ആരാധനയും ഭഗവാൻ കൃഷ്ണന്റെ ആരാധനയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ചന്ദ്രമൂർത്തിയുടെ ആരാധന ഐശ്വര്യഭാവത്തിലാണ് ചെയ്യുന്നത്. അവിടെ ദാസ്യരസത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത്. But Lord Krishna is the reservoir of all different rasas like Vatsalya rasa, Madhurya rasa, Sakya rasa. These things are not so much prominent in Vaikuntha. പക്ഷെ ഭഗവാൻ കൃഷ്ണനാകട്ടെ എല്ലാ രസങ്ങളുടെയും സ്രോതസ്സാണ്. അദ്ദേഹവുമായിട്ട് നമുക്ക് വാത്സല്യരസം, ദാസ്യരസം, സഖ്യരസം, മാധുര്യരസം ഇതെല്ലാം സാധിക്കും. പക്ഷെ ഈ ദാസ്യരസമാണ് വൈകുണ്ഠ ലോകങ്ങളിൽ പ്രാമുഖ്യമുള്ളത്. Lord Ramachandra is the perfect king. And when we come before the king, we have to be very cautious. We have to be very respectful. രാമചന്ദ്രമൂർത്തി ഒരു രാജാവിന്റെ ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു രാജാവ് വന്നു ചേരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധയും ബഹുമാനത്തോടുകൂടും വാക്കുകൾ ശ്രദ്ധയോടും കൂടി വേണം ഉപയോഗിക്കാൻ. But with Lord Krishna, there is more intimacy in the dealings between Krishna and his devotee. പക്ഷേ കൃഷ്ണ ഭഗവാനോടാകട്ടെ വളരെ അടുത്തിടപഴകാനായിട്ട് നമുക്ക് സാധിക്കും. We see Hanuman as the perfect devotee of Lord Ramachandra. He's always kneeling at the feet of Lord Ram with his arms folded, waiting to serve Lord Ram. അപ്പോ നമുക്ക് ഹനുമാന്റെ കാര്യം ഉദാഹരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹനുമാന്റെ രൂപം അദ്ദേഹം എപ്പോഴും ഇരിക്കുന്നത് രാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് മുട്ടുകുത്തി കൈ കൂപ്പിയാണ് ഇരിക്കുന്നത്. എന്ത് സേവനമുണ്ടോ അത് വേഗം കിട്ടണം, സേവനം തരാൻ വേണ്ടി അദ്ദേഹം അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാസ്യരസത്തിലാണ് അദ്ദേഹം. One time Garuda was requested by Krishna in Dwarka. He requested Garuda, go to Hanuman and tell Hanuman to come here. I want to see him. അപ്പൊ ഒരു വേളയില് ദ്വാരകയിൽ വെച്ച് കൃഷ്ണ ഭഗവാൻ തന്റെ വാഹനമായ ഗരുഡനോട് പറഞ്ഞു, ഹനുമാൻ അവിടെയുണ്ട്, നീ പോയി ഹനുമാനെ ഇവിടെ വിളിച്ചു വരണം. So Garuda went and told Hanuman, the Lord wants to see you in Dwarka. But Hanuman did not move. ഇങ്ങനെ ഇത് നിർദ്ദേശം കിട്ടിയ ഉടനെ തന്നെ ഗരുഡ ഭഗവാൻ അദ്ദേഹം ഹനുമാന്റെ അടുത്ത് എത്തുകയും ഹനുമാനോട് വേഗം ദ്വാരകയിൽ കൃഷ്ണനുണ്ട്, കൃഷ്ണൻ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വരാനായിട്ട് പറഞ്ഞു. പക്ഷെ അതേസമയം ഇത് കേട്ട മാത്രമേ ഹനുമാൻ ഒന്നും സംസാരിച്ചില്ല, മിണ്ടിയതുമില്ല. Lord Krishna, then Garuda came back to Dwarka and informed Lord Krishna that I told him you want to see him, but he's not doing anything, he's not coming. അപ്പൊ തിരിച്ച് ഗരുഡൻ വന്ന് ആ കൃഷ്ണനോട് പരാതി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചതാണ്, പക്ഷെ അദ്ദേഹം എന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല, ഒന്നും മൈൻഡ് ചെയ്തില്ല. So then Lord Krishna told Garuda, you should have told him Lord Rama wants to see him. Go again and tell him Lord Rama wants to see him. അപ്പൊ ഉടനെ തന്നെ കൃഷ്ണൻ ഗരുഡനെ തിരുത്തി, നീ അങ്ങനെയായിരുന്നില്ല പറയേണ്ടത്, നീ പോയി പറയണം രാമചന്ദ്രമൂർത്തിക്ക് ഹനുമാനെ കാണണം എന്ന് പറയണം, അപ്പോൾ അദ്ദേഹം വരും. So Garuda went back to Hanuman and he told Hanuman, Lord Rama is in Dwarka, he wants to see you. അപ്പൊ ഗരുഡൻ ഉടനെ തന്നെ വീണ്ടും അവിടെ ഹനുമാന്റെ അടുത്ത് ചെന്നു, എന്നിട്ട് പറഞ്ഞു, രാമചന്ദ്രമൂർത്തി ദ്വാരകയിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് നിന്നെ കാണണം. Garuda said, I can take you on my back. You want to ride on my back? Hanuman said, no, it's all right. I can go on my own. അപ്പം ഗരുഡൻ പറഞ്ഞു, നിനക്ക് വേഗം കാണണമെങ്കിൽ എന്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ വേഗം നിന്നെ ദ്വാരകയിൽ എത്തിക്കാം. അപ്പൊ ഹനുമാൻ പറഞ്ഞു, വേണ്ട, ഞാൻ എന്റെ സ്വന്തമായിട്ട് പോയിക്കോളാം. And when Garuda got back to Dwarka, Hanuman was already. അപ്പൊ ഗരുഡൻ തിരിച്ച് ദ്വാരകയിൽ എത്തിയപ്പം അവിടെ കണ്ടപ്പോ ഹനുമാൻ ഓൾറെഡി അവിടെ ഉണ്ട്. So this is Hanuman, the mood of the devotees of Lord Ram. They have that mood of service. They want to be engaged in the service of Lord Ram.
Chandra. ഇതാണ് രാമചന്ദ്രമൂർത്തിയുടെ ഭക്തന്മാരുടെ ലക്ഷണം. അവർക്ക് സേവനം ചെയ്യണം എന്ന ആഗ്രഹമാണ് അവർക്കുള്ളത്. And Lord Rama likes to serve his devotees. He likes to give pleasure. രാമചന്ദ്രമൂർത്തിക്ക് തന്റെ ഭക്തന്മാർക്ക് സന്തോഷം നൽകണമെന്നും അവർക്ക് സേവനം ചെയ്യണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഭാവം. The Lord does not need to come here just to kill demons. He can kill the demons very easily. ഭഗവാന് ഇവിടെ വന്നിട്ട് ഓരോ അസുരന്മാരെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ അസുരന്മാരെ വധിക്കാൻ സാധിക്കും. Anytime, by his potency, he can take the life of a demon. അദ്ദേഹത്തിന്റെ അചിന്ത്യമായ ശക്തികൾ കൊണ്ട് തന്നെ ഈ അസുരന്മാരെ അദ്ദേഹത്തിന് വധിക്കാൻ സാധിക്കും. So the Lord's mission is not just to kill the demons, but his mission, his more important mission, is to give pleasure to his devotees. അപ്പൊ ഭഗവാൻ ഇവിടെ അവതരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അസുരന്മാരെ വധിക്കുക എന്നതല്ല, ഭക്തന്മാർക്ക് സന്തോഷം കൊടുക്കുക എന്നതാണ്. And the pastimes of Lord Rama, just like as they're told in Ramayana, they are all for the pleasure of his devotees. അപ്പൊ രാമായണത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാമചന്ദ്രമൂർത്തി ഭക്തന്മാർക്ക് സന്തോഷം നൽകാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. Chaitanya Mahaprabhu met one Ram Bhakta who was lamenting how Mother Sita had been touched by the demon Ravana. ചൈതന്യ മഹാപ്രഭു ഒരു വേളയില് ഒരു രാമഭക്തനെ കണ്ടുമുട്ടി. ആ രാമഭക്തൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന് വെച്ചാൽ രാവണൻ സീതാമാതാവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന കാര്യം ഓർത്താണ് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. But Lord Chaitanya showed scriptural evidence to that Brahmana to say that actually Mother Sita was never touched by Ravana. What was taken by Ravana was the Maya Sita. അപ്പൊ ചൈതന്യ മഹാപ്രഭു ആ ഭക്തനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ശാസ്ത്രങ്ങളെ ഉദ്ധരിച്ച് പറഞ്ഞു കൊടുത്തു, രാവണൻ ഒരിക്കലും സീതാമാതാവിനെ തൊട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ രാവണൻ എടുത്തുകൊണ്ടുപോയത് മായാ സീതയാണ്. Mother Sita is the internal potency of the Lord, and the demon like Ravana can never lay a hand on Mother Sita. സീതാമാതാവ് എന്ന് പറഞ്ഞാൽ പരമനികൃത പുരുഷന്റെ ശക്തിയാണ്. ഒരു സാധാരണ അസുരന് സീതാമാതാവിന്റെ ശരീരത്തിൽ തൊടാനുള്ള അർഹതയില്ല. So Lord Chaitanya Mahaprabhu showed this scripture to this Brahmana. Brahmana was greatly relieved to know that Mother Sita had never been touched by Ravana. അങ്ങനെ ചൈതന്യ മഹാപ്രഭു ശാസ്ത്രത്തിനെ കാണിച്ചു കൊടുത്തു ആ ഭക്തന്. അപ്പോൾ ആ ഭക്തന് വളരെയധികം ആശ്വാസം തോന്നി. അദ്ദേഹത്തിന് മനസ്സിലായി രാവണൻ ഒരിക്കലും സീതാമാതാവിന്റെ അടുത്ത് വരാനോ കൈകൊണ്ട് തൊടാനോ സാധിച്ചില്ല. But still, Lord Ramachandra is very sensitive to thinking of people, and every day he would send people out to the kingdom. He wanted reports. He wanted to hear what the people were saying about him. അതേസമയം രാമചന്ദ്രമൂർത്തിയുടെ മറ്റൊരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാവരുടെയും വികാരങ്ങളെ മാനിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പല പല ആൾക്കാരെ രാജ്യത്തിന്റെ നാനാഭാഗത്തിലേക്ക് വിട്ടിട്ട് തന്നെ കുറിച്ച് എന്താണ് എല്ലാവരുടെയും അഭിപ്രായം എന്ന് അന്വേഷിക്കുമായിരുന്നു. So then it happened one day, one of the spies came back and told Lord Ramachandra how some barber had chastised his wife and told his wife, I'm not taking you back. Lord Ram may take his wife back after she's taken by another man, but I'm not taking you back. അപ്പം രാമചന്ദ്രമൂർത്തിയുടെ ഒരു സ്പൈ അദ്ദേഹം തിരിച്ചു വന്നിട്ട് ചാരൻ തിരിച്ചു വന്ന് പറഞ്ഞു, ഞാൻ ഒരു വാർത്ത കേട്ടു, ഒരു ബാർബർ അദ്ദേഹത്തിന്റെ ഭാര്യയെ വഴക്ക് പറയുന്നു. എന്തിനാണ് വഴക്ക് പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം വഴക്ക് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിന്നെ തിരിച്ച് സ്വീകരിക്കത്തില്ല. രാമചന്ദ്രമൂർത്തി അദ്ദേഹത്തിന്റെ ഭാര്യ വേറൊരാൾ പോയിട്ടും ആ ഭാര്യയെ സ്വീകരിച്ചു. പക്ഷെ ഞാൻ രാമചന്ദ്രമൂർത്തിയെ പോലെയല്ല, ഞാൻ നിന്നെ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് വഴക്കിടുന്നത് ഈ ചാരൻ കേട്ടിട്ട് രാമചന്ദ്രമൂർത്തിയോട് പറഞ്ഞു. And in this way, Lord Ramachandra decided Mother Sita should go to the ashram of Valmiki and she should stay there. ഇങ്ങനെയാണ് രാമചന്ദ്രമൂർത്തി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, സീതാമാതാവ് വാൽമീകിയുടെ ആശ്രമത്തിൽ പോയി നിൽക്കട്ടെ എന്ന്. So Sita at this time was already pregnant and she got to the ashram of Valmiki. When she was there in the ashram of Valmiki, she delivered her two sons, Lava and Kush. ആ സമയത്ത് സീതാമാതാവ് ഗർഭിണിയായിരുന്നു.
ആ സമയത്താണ് സീതാമാതാവിനെ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് വിട്ടത്. അവിടെ വെച്ച് അവർ പ്രസവിക്കുകയും ലവനും കുഷ്യനും എന്ന 2 കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. And so, after delivering the 2 sons, Mother Sita returned to there. She had come from there, she was born from there, she returned back to there. അങ്ങനെ 2 കുട്ടികൾക്ക് ജന്മം നൽകിയതിനു ശേഷം സീതാമാതാവ് തിരിച്ച് ഭൂമിയിലേക്ക് പോയി. സീതാമാതാവ് ഭൂമിയിൽ നിന്നാണ് വന്നത്, അവര് തിരിച്ച് ആ ഭൂമിയിലേക്ക് പോവുകയും ചെയ്തു. So Lord Ramachandra was left with our wife. And usually the king, any king will have many wives. But Lord Ramachandra, of course, had vowed Ekapatni Vrat, only one wife. ഇപ്പൊ രാമചന്ദ്രമൂർത്തിക്ക് അപ്പൊ പത്നി ഇല്ലാതെയായി. അപ്പം സാധാരണ രാജാക്കന്മാർക്ക് അനവധി പത്നിമാരെ സ്വീകരിക്കാം. പക്ഷേ രാമചന്ദ്രമൂർത്തി ഏക പത്നി വ്രതമാണ്. അതുകൊണ്ട് അദ്ദേഹം വേറൊരു പത്നിയും സ്വീകരിച്ചില്ല. But as a king, he has many yajnas, he has many sacrifices to perform. And it's very important when they go to the yajna, the wife has to sit at the side of the king. പക്ഷെ ഒരു രാജാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് യജ്ഞങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഓരോ യജ്ഞങ്ങൾ നടത്തുമ്പോഴും അതിന്റെ യജമാന പത്നിയായിട്ട് ഭാര്യയും തൊട്ടടുത്ത് ഇരിക്കേണ്ടതായിട്ടുണ്ട്. So Lord Ramachandra had this deity of Mother Sita made. And whenever he had to take part in the yajna, the deity of Mother Sita was placed by his side. അതുകൊണ്ട് രാമചന്ദ്രമൂർത്തി സീതാമാതാവിന്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കുകയും എപ്പോഴൊക്കെ യജ്ഞങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും ആ സീതാമാതാവിന്റെ വിഗ്രഹം തന്റെ തൊട്ടടുത്ത് വയ്ക്കുകയും ചെയ്യും. So it happened during the pastimes of Lord Ramachandra's exile, he had come to Mayapur, he'd come to Navadvip, and they were wandering. Mother Sita and Lakshman and Lord Ramachandra were wandering in the beautiful place of Navadvip Dham. അപ്പൊ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ വനവാസ സമയത്ത് രാമചന്ദ്രമൂർത്തി, സീതാമാതാവ്, ലക്ഷ്മണൻ ഇവര് മായാപൂർ, വെസ്റ്റ് ബംഗാളിലെ മായാപൂർ എന്ന സ്ഥലത്തേക്ക് വരികയും അവിടെ നവദ്വീപ് എന്ന സ്ഥലത്തേക്ക് വരികയും ചെയ്തു. Right? How many of you have been to Navadvip? ആരൊക്കെ നവദ്വീപ് മായാപൂര് പോയിട്ടുണ്ട്? Many. ഒത്തിരി പേര് പോയിട്ടില്ല. So beautiful place, 5,000, many thousands of years ago, the time of Lord Ramachandra, Treta Yuga, very beautiful place. Lord Ramachandra was there, and he was looking around, and he was thinking to himself, and he was smiling. And Mother Sita could see Lord Ramachandra smiling to himself. And she asked him, "What are you smiling about? What are you thinking about?" ഇപ്പൊ രാമചന്ദ്രമൂർത്തി 5000 വർഷം മുമ്പ് രാമചന്ദ്രമൂർത്തി മായാപൂർ എത്തുകയും അവിടെ വളരെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുകയും പ്രകൃതിയൊക്കെ കാണുകയും ചെയ്തിട്ട് അതൊക്കെ ഇതെല്ലാം കണ്ടിട്ട് സ്വയം ചിരിച്ചു. ഇപ്പൊ സീതാമാതാവ് രാമചന്ദ്രമൂർത്തിയെ കണ്ടു സ്വയം ചിരിക്കുന്ന കണ്ടിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങ് എന്താണ് സ്വയം ചിരിക്കുന്നത്, എന്താണ് അങ്ങ് ചിന്തിക്കുന്നത്? So Lord Ramachandra then revealed his mind to Mother Sita. He told Sita, he said, "I'm thinking how in the future, in the Kali Yuga, we will be here and we will be together as husband and wife, but I will take sannyas and I will go away." അപ്പം രാമചന്ദ്രമൂർത്തി ഇങ്ങനെ സീതാമാതാവിനോട് പറഞ്ഞു, കലിയുഗത്തിൽ നമ്മൾ വീണ്ടും ഇവിടെ വരും, ഇവിടെ വരികയും അപ്പോൾ നമ്മൾ ഭർത്താവും ഭാര്യയുമായിരിക്കും, പക്ഷെ ഞാൻ സന്യാസം എടുത്ത് നിന്നെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. So Mother Sita, hearing this, she was not happy. She said, you're going to take sannyas to go leave me? And you're smiling about it. What is this? അപ്പം സീതാമാതാവ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞു, അങ്ങ് പറയാണ് കലിയുഗത്തിൽ വന്നിട്ട് സന്യാസം എടുത്ത് പോകുമെന്ന്, അങ്ങ് എന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന് പറയുന്നു. എന്നിട്ട് അങ്ങക്ക് അതിൽ ഇത്രയും സന്തോഷമാണോ, അങ്ങ് ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. And Lord Ramachandra explained to Sita, my dear wife Sita, said, by leaving you will increase our feeling for each other. And then again we will be reunited in the spiritual world. അപ്പം രാമചന്ദ്രമൂർത്തി സീതാമാതാവിനെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധം വളരെയധികം കൂടുകയും നമ്മൾ അതിനുശേഷം ആത്മീയ ലോകത്തിൽ വീണ്ടും ഒരുമിക്കുകയും ചെയ്യും.
So in the Treta Yuga, Ramachandra's wife had gone, and he had no wife for him to have a deity of his wife. And now in the Kali Yuga, Sita is there in the form of Lakshmi, Vishnu Priya, the wife of Chaitanya Mahaprabhu. Vishnu Priya, yes. Lakshmi Priya was the first wife. She died from the snake bite. So then Vishnu Priya, the second wife, she was a young girl. She was married to Chaitanya Mahaprabhu. At the age of 16, Chaitanya Mahaprabhu left his wife. His wife was only 16. Mahaprabhu was 24. He left to take sannyas. Vishnu Priya was left alone. അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രേതായുഗത്തില് ഭഗവാൻ രാമചന്ദ്രമൂർത്തിയുടെ പത്നി ആയിട്ടുള്ള സീതാദേവി രാമചന്ദ്രമൂർത്തിയെ പോവുകയാണ് ചെയ്തത്. അപ്പം രാമചന്ദ്രമൂർത്തിക്ക് യജ്ഞങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ വിഗ്രഹത്തില് സീതാമാതാവിന്റെ വിഗ്രഹം അടുത്ത് വെച്ചാണ് അദ്ദേഹം യജ്ഞങ്ങളൊക്കെ ചെയ്തത്. അതേ വ്യക്തികൾ തന്നെ കലിയുഗത്തില് ചൈതന്യ മഹാപ്രഭു വിഷ്ണുപ്രിയയുമായിട്ട് വരികയുണ്ടായി. അപ്പം ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്തത് 24-ാമത്തെ വയസ്സിലാണ്. വിഷ്ണുപ്രിയയ്ക്ക് ആ സമയത്ത് പ്രായം 16 വയസ്സാണ്. അപ്പം ചൈതന്യ മഹാപ്രഭു വിഷ്ണുപ്രിയയെ അവിടെ നിർത്തിയിട്ട് വീട്ടിൽ നിർത്തിയിട്ടാണ് സന്യാസത്തിനായിട്ട് പോയത്. So Vishnu Priya had no husband. She had a deity made of Chaitanya Mahaprabhu. So she worshipped her husband as in the form of the deity. That deity is known as Mahaprabhu. The deity is known as what's it? Dameshwar Mahaprabhu. അപ്പം അതേപോലെ ത്രേതായുഗത്തില് വിഷ്ണുപ്രിയ ദേവി ആരാധിച്ചുകൊണ്ട് മഹാപ്രഭു പിരിഞ്ഞതിന് ശേഷം വിരഹത്തില് ആരാധിച്ചുകൊണ്ട് വിഗ്രഹം ഇപ്പോഴും നവദ്വീപിലുണ്ട്. ആ വിഗ്രഹത്തിന്റെ പേര് ദാമേശ്വർ മഹാപ്രഭു. So situation was reversed. You see, Treta Yuga, Lord Rama, his wife is there, the deity. Kali Yuga, Vishnu Priya, her husband, the deity. അപ്പൊ ത്രേതായുഗത്തില് ചൈതന്യം ഭഗവാൻ രാമചന്ദ്രമൂർത്തിക്ക് തന്റെ പത്നിയെ ആയ സീതാദേവിയെ വിഗ്രഹ രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. കലിയുഗത്തില് വിഷ്ണുപ്രിയയ്ക്ക് തന്റെ ഭർത്താവായ ചൈതന്യ മഹാപ്രഭു വിഗ്രഹ രൂപത്തില് ഉണ്ടായിരുന്നു. And she worshipped that deity for 80 years. അങ്ങനെ വിഷ്ണുപ്രിയ 80 വർഷം ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നു. Deity is still there and now that we worship today. ഇപ്പോഴും ആ വിഗ്രഹം നവദ്വീപില് ഉണ്ട്. So these are some pastimes of Lord Ramachandra and his eternal consort Mother Sita. ഇതാണ് രാമചന്ദ്രമൂർത്തിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ നിത്യസഹചാരികളായ സീതാമാതാവിനെ കുറിച്ചുമുള്ള ചെറിയ ലീലകൾ. Hare Krishna. Srila Prabhupada ki jai. Ramachandra Bhagavan ki jai. ഹരേ കൃഷ്ണ. മഹാരാജ് വന്നിട്ട് വളരെ മനോഹരമായി റാം സീത ബന്ധവും അത് കലികാലത്തിൽ ചൈതന്യ മഹാപ്രഭുവായി താരതമ്യപ്പെടുത്തി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അവസാനം മഹാരാജ് പറഞ്ഞ ഒരു വിശേഷം വളരെ ശ്രദ്ധേയമാണ്. അവിടെ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തിയോടൊപ്പം സീതാദേവി ഇല്ലായിരുന്നു. ആ വിരഹത്തില് രാമചന്ദ്രമൂർത്തി സീതാദേവിയുടെ വിഗ്രഹം ഉണ്ടാക്കി ആരാധിച്ചു. അതേ ശ്രീരാമചന്ദ്രമൂർത്തി ചൈതന്യ മഹാപ്രഭുവായി വന്ന സമയത്ത് തന്റെ പത്നിയായ വിഷ്ണുപ്രിയ വിരഹത്തിൽ മഹാപ്രഭുയുടെ വിഗ്രഹം ഉണ്ടാക്കി. അതായത് സീതാമാത എന്ത് വിരഹം അനുഭവിച്ചോ അത് തന്നെ ചൈതന്യ മഹാപ്രഭു അനുഭവിച്ച് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഭക്തിയുടെ ആഴത്തിലുള്ളതാണ്. മഹാരാജ് പറഞ്ഞ ഈ ഒരു കാര്യം നവദ്വീപ് സഞ്ചരിക്കുന്നുണ്ട്. അതായത് മഹാപ്രഭുയുടെ സ്ഥലമായ നവദ്വീപ് പോകേണ്ടത് ഓരോ ഭക്തനും ആവശ്യമാണ്. സോ ഒരു തവണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലി നമ്മൾ നമ്മുടെ നന്ദി രേഖപ്പെടുത്താം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു 1-2 സംശയങ്ങൾ ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് ശിക്ഷ എടുക്കുന്ന കുറച്ച് പേരുടെ സർട്ടിഫിക്കറ്റ് വിതരണമുണ്ട്. പിന്നെ കുട്ടികളുടെ 1 മിനിറ്റ് രാമായണത്തിനെ കുറിച്ചൊരു 2 മിനിറ്റ് ഡാൻസ് ഉണ്ട്. പിന്നെ ദീപാരാധനയുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. മഹാരാജ് വന്നിട്ട് പരമപൂജ്യ ഭക്തി വിഘ്ന വിനാശ നരസിംഹസ്വാമി മഹാരാജാണ്. പ്രഭുപാദരുടെ മുതിർന്ന ശിഷ്യഗണങ്ങളിൽ ഒരാളാണ്. 1970-കളിൽ അദ്ദേഹം ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെട്ട് ബ്രഹ്മചര്യം സന്യാസം സ്വീകരിച്ച് കഴിഞ്ഞ 50 വർഷത്തോളം ഒരു ത്യാഗ ജീവിതമാണ് നയിക്കുന്നത്. മഹാരാജ് പ്രചരണം നടത്തുന്ന മേഖല എന്ന് പറയുന്നത് ചൈന, ബാലി, മലേഷ്യ, ഹോങ്കോങ്, തായ്ലൻഡ് അവിടെ രാജ്യങ്ങളിലാണ്. അവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് വളരെ എളുപ്പമല്ല. മഹാരാജിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ചൈനീസ് ഭാഷ മാൻഡറിൻ പഠിച്ചിട്ട് ഇവിടെ ചെന്ന് പ്രചരണം ഏറ്റെടുത്തു. അതത്ര എളുപ്പമല്ല അദ്ദേഹം പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്. അവിടെ 100 കണക്കില് ചൈനീസ് ആൾക്കാർ മഹാരാജിന്റെ ശിഷ്യരായിട്ടുണ്ട്. അതായത് നമുക്ക് മലയാളികളെ പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത്തരം വ്യക്തികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെ 50 വർഷമായിട്ട് മഹാരാജിന്റെ ജീവിതം നയിക്കും. ഇതുപോലെ സന്യാസി വര്യന്മാരുടെ സംഘമെല്ലാം ലഭിക്കുന്നത് വളരെ ഒരു ഭാഗ്യമാണ്. ഹരേ കൃഷ്ണ. സ്വാർത്ഥിക്കലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ? Generally, the mood of Vaikuntha is Dashyaraj. Lord Ramachandra, we said, is the king. So our relationship with the king is in the mood of servant. The king is the supreme, is the representative of God on earth. And we are taught to give all respect to the king. സാധാരണ വൈകുണ്ഠ അയോധ്യയില് ഭഗവാൻ രാജാവിന്റെ ഭാവത്തിലാണ് ഇരിക്കുന്നത്. രാജാവിനെ എപ്പോഴും നമ്മൾ ബഹുമാനത്തോടു കൂടിയാണ് സമീപിക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഒരു ദാസ്യഭാവത്തിലാണ് രാജാവിന്റെ അടുത്ത് നമ്മൾ എത്തിയത്. So Hanuman, one time it happened, Lord Ramachandra embraced Hanuman publicly. ഒരു തവണ രാമചന്ദ്രമൂർത്തി ഹനുമാനെ ആലിംഗനം ചെയ്ത ഒരു സന്ദർഭം. Just one time. അത് ഒരു വട്ടം മാത്രമാണ് രാമചന്ദ്രൻ. Hanuman's always thinking, maybe again the Lord will embrace. ഹനുമാൻ വീണ്ടും വീണ്ടും അത് ചിന്തിക്കുമായിരുന്നു, ഇനിയും എന്നെ എന്തെങ്കിലും ആലിംഗനം ചെയ്യുമോ? We have to understand the heart of the king. The king is not that you can just be so intimate with. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, രാജാവ് എപ്പോഴും ഒരു ഉന്നത സ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു വളരെ അടുത്തിടപഴകാനായിട്ട് എപ്പോഴും സാധിക്കും. So it's described, if you read the Brihad Bhagavatamrita, which is a book written by Sanatana Goswami, he describes the travel of a cowherd boy from Govardhan named Gopkumar, how he was able to travel the different places in this, both the material and spiritual world. ബൃഹത് ഭാഗവതാമൃത എന്നുള്ള ഒരു ഗ്രന്ഥത്തിന് ഒരു ഭക്തൻ പല പല സ്ഥലങ്ങൾ സഞ്ചരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ആ ഭക്തന്റെ പേരാണ് ഗോപകുമാരൻ. അദ്ദേഹം ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ലോകത്തെ സഞ്ചരിക്കുന്നത്. So he had an experience of going into Vaikuntha and then also going to Ayodhya and seeing also meeting the different devotees. ഗോപകുമാരൻ അങ്ങനെ വൈകുണ്ഠ ലോകങ്ങളിൽ പോയി, അയോധ്യ ലോകങ്ങളിലും പോയി, അവിടുത്തെ ഭക്തന്മാരെ കണ്ടുമുട്ടുകയും ചെയ്തു. But the mood is always Dashyaraj. There's no real intimacy. There's no Satya. There's no Vatsalya. You don't have that opportunity to relate to the king like that.
അവിടെയെല്ലാം ഗോപകുമാരൻ കണ്ടത് ദാസ്യരസമാണ്. അവിടെ വാത്സല്യമോ മാധുര്യമോ ആയിട്ടുള്ള സഖ്യവുമായിട്ടുള്ള രസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു രാജാവിനോട് എന്ന പോലെയായിരുന്നു ഭഗവാനോട് ഇടപഴകി. Everyone was the king in that mood of awe and veneration. എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയായിരുന്നു ഭഗവാനോട് ഇടപഴകി. One country which I also preach in is Thailand. In Thailand, they have a king, and the people are taught special grammar. There's a special verb endings which are used whenever you speak to the king. ഞാൻ ഒരു തായ്ലൻഡ് എന്ന രാജ്യത്തിൽ പ്രചരണം ചെയ്യാറുണ്ട്. തായ്ലൻഡില് ഒരു രാജാവ് ആ രാജാവിനോട് ഇടപഴകുന്നത് എങ്ങനെയെന്ന് അവിടെ നിഷ്കർഷമുണ്ട്. അവിടെ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അത് വാക്കുകളിൽ പ്രത്യേക കൂട്ടിച്ചേർക്കലും വ്യാകരണങ്ങളും ഒക്കെ മാറ്റാറുണ്ട്. There's no question of being intimate and embracing, even coming close to the king. You have to show the proper respect. ഒരു രാജാവിന്റെ അടുത്ത് ഒരുപാട് അടുത്തിടപഴകുക, അദ്ദേഹത്തിന് ആലിംഗനം ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിനോട് അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയായിരിക്കണം നിൽക്കേണ്ടത്. So this is the mood of Dasya Ras. ഇതാണ് ദാസ്യരസത്തിന്റെ ഭാവം. It's also pure devotion, but you have to understand that there are different degrees of devotion. ഇതും പരിശുദ്ധ ഭക്തി തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഭക്തിക്കും പല പല തലങ്ങളും. Lord Krishna has wonderful servants like Daruka. He's his chariot driver. He's also, you could say, in Dasaras. ഭഗവാൻ കൃഷ്ണനും അതേപോലെ സേവകരുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ദാരുക. ദാരുകനാണ് ഭഗവാന്റെ തേര് തെളിക്കുന്നത്. And in Vrindavan, Krishna's servants are Ratha and Patra. വൃന്ദാവനത്തില് ഭഗവാന്റെ സേവകരുണ്ട്. And Chaitanya Mahaprabhu has taught us that our relationship with Krishna is also servant. He taught us Jivarswara Pahaya Nitya Krishna Das. ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്ന നമ്മുടെ എല്ലാവരും ഭഗവാനോടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സേവക ഭാവത്തിലാണ്. So you want to know what is your relationship with Krishna? It is like that. Nitya Krishna Das. We're eternally his servant. നമുക്ക് എല്ലാവർക്കും കൃഷ്ണനുമായിട്ടുള്ള ബന്ധം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെല്ലാവരും കൃഷ്ണ നിത്യദാസന്മാരും. And those people who may be on a higher level, they may have Madhurya Ras, they may be in Vatsalya or Shakya Ras. They are also servants. They also have the mood to serve. നമ്മൾ ആത്മീയപരമായിട്ട് ഉയരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാധുര്യരസം, സഖ്യരസം, വാത്സല്യരസം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ രസവും ആ രസം അവര് പ്രവർത്തിക്കുന്നത് സേവന ഭാവത്തിൽ തന്നെ. Love means service. സ്നേഹം എന്ന് പറഞ്ഞാൽ സേവനം എന്നാണ്. Right? You have a family, you have a husband, you love them, you show your love by service. നമുക്കൊരു ഭർത്താവുണ്ട്, നമുക്കൊരു കുടുംബമുണ്ട്. നമ്മൾ എങ്ങനെയാണ് അവരോട് സ്നേഹം കാണിക്കുന്നത്? സേവനം ചെയ്തിട്ടാണ്. So we are all servants of Krishna. നമ്മളെല്ലാവരും ഭഗവാന്റെ സേവകരാണ്. And Srila Prabhupada taught us to worship the deities in that mood, of the mood of Vaikuntha, the mood of Lakshmi Narayan. ശീല പ്രഭുപാദ് നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് നമ്മൾ വിഗ്രഹത്തിനെ എപ്പോഴും സേവന ഭാവത്തോടു കൂടിയാണ് ആരാധിക്കുന്നത്. ലക്ഷ്മി നാരായണൻ വൈകുണ്ഠ ഭാവത്തിലാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത്. Worshipping them with awe and reverence. ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് വിഗ്രഹത്തെ ആരാധിക്കുന്നത്. And then gradually, as we may be fortunate, gradually we may progress to higher level. നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മൾക്ക് അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ആ ദാസ്യരസത്തിന് ഉപരിയായിട്ട് പോകും. But the devotee is always happy to be engaged in service. പക്ഷെ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും സംതൃപ്തനാണ് സേവനം ചെയ്യുന്നത്. Hare Krishna. ഹരേ കൃഷ്ണ. ഇപ്പൊ വന്നിട്ട് ഷഡ്ഭുജ പ്രഭു ഇവിടെ ഞായറാഴ്ച രാവിലെ ക്ലാസ് നടത്തുന്നുണ്ട് 10 മണിക്ക്. അതിൽ പങ്കെടുക്കുന്ന കുറച്ച് ഭക്തര്